എന്താ ആലോചിക്കുന്നത്? നിന്റെ മാതിരി തന്നെ എനിക്കും പറക്കണം എന്ന് ആഗ്രഹമുണ്ട്. നീ എന്താ പറഞ്ഞ്? നീ പറക്കണമെന്ന് ആഗ്രഹിക്കുന്നു? അതെ, ഞാൻ നടന്ന് നടന്ന് എനിക്ക് ക്ഷീണം തോന്നുന്നു. ഒരു മടിയനെക്കാട്ടും ഞാൻ പതുക്കെ നടക്കുന്നു. അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ ചോദിച്ചതിന് നീ ഇതുവരെ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ശരിക്കല്ല ഉത്തരം. ഞാൻ പറക്കാൻ ആശിക്കുന്നതും അത് തന്നെയാ. നിനക്ക് തറയിൽ നടക്കാൻ ആഗ്രഹമില്ല, നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. അതുമാത്രമല്ല, നീ പറക്കാൻ ആഗ്രഹിക്കുന്നതിന് ശരിയായിട്ടുള്ള കാരണം നീ ഇതുവരെ പറഞ്ഞില്ല. ഇല്ല, എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ കാരണം. ഇല്ല, നീ ഇനി ഒരു പ്രാവശ്യം നടന്നു നോക്ക്. എനിക്ക് ഈ ഭൂമിയിൽ നടക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് എനിക്ക് പറക്കാൻ ആഗ്രഹമുള്ളത്. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് പോവാൻ ഒരുപാട് സമയമെടുക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്ഷീണം തോന്നുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ട് പറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്? ഇതുകൊണ്ടാണ് ഞാൻ പറക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നു, നീ എന്തിനാ പറക്കാൻ ആഗ്രഹിക്കുന്നെ? ആ കാരണം എന്റെ അടുത്ത് പറയൂ. ഞാൻ സ്വാതന്ത്ര്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സ്വാതന്ത്ര്യം എനിക്ക് പറന്ന് ജീവിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ആകാശത്തെ നക്ഷത്രങ്ങൾ കാണാൻ എനിക്കൊരാഗ്രഹം. ഞാനും നിന്നെ പോലെ ആകാശത്തിൽ പറന്ന് പറന്ന് വരണം എന്നൊരാഗ്രഹം. ഈ ആശ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഓ, പ്ലീസ്, എനിക്ക് ഒരേ ഒരു നിമിഷമെങ്കിലും പറക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എനിക്ക് പറക്കാൻ പഠിപ്പിച്ചു തരുമോ? എന്നെപ്പോലെ നിനക്ക് ചിറകുകളില്ല, അതുകൊണ്ട് നിനക്ക് പറക്കാനാവില്ല. ഞാൻ നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം. എന്തു പറയുന്നു? പഠിപ്പിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് എത്ര പണം തരും? ഞാൻ നിനക്ക് 100 സ്വർണക്കാശ് തരാം. എങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റിത്തരാം. താങ്ക് യു. ഇപ്പോ ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ പേടിക്കാതെ ഇരിക്കണം കേട്ടോ. വേണ്ട വേണ്ട വേണ്ട. നല്ല സന്തോഷം തോന്നുന്നു. ഇതുപോലെ പറക്കണം എന്നാണ് ഞാനും ആഗ്രഹിച്ചത്. ഇതുപോലെ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. നിന്റെ സന്തോഷം കണ്ടിട്ട് എനിക്കും വളരെ സന്തോഷം തോന്നുന്നു. ഓ, നന്ദി സുഹൃത്തേ, നന്ദി. നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ ശരി, ഇപ്പോൾ നമുക്ക് താഴെ ഇറങ്ങാനുള്ള സമയം എത്തി. വേണ്ട വേണ്ട, ഇവിടെ ഇറക്കി വിടരുത്. ആമ ഉള്ള സ്ഥലം നോക്കി എന്നെ ഇറക്കി വിടണം. എനിക്ക് അവരെ കാണണം എന്ന് തോന്നുന്നു. അത് ശരി, നീ എന്തിനാ അവരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? വെറുതെ സമയപ്പോക്കിനല്ലേ നീ പറക്കണമെന്ന് ആഗ്രഹിച്ചത്? അതെ, പക്ഷെ അവർക്ക് എന്നോട് ഒരുപാട് അസൂയ തോന്നും. അതുകൊണ്ടാണ് എന്നെ അവിടെ തന്നെ ഇറക്കി വിടണം എന്ന് ഞാൻ പറയണത്. അവർക്ക് നിന്നോട് അസൂയയോ? അവർ നിന്റെ സുഹൃത്തുക്കളാ കേട്ടോ. ശരിക്കുള്ള സുഹൃത്തുക്കൾക്ക് അസൂയ തോന്നില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഞാൻ വ്യത്യസ്ത ആളാണല്ലോ. നീ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കല്ലേ. അല്ല, ഞാൻ പറയുന്നത് സത്യമാ. അവർക്ക് എന്നോട് അസൂയ തോന്നും. എന്റെ മാതിരി അവർക്ക് എങ്ങനെ പറക്കാൻ പറ്റില്ലല്ലോ. നീ ഇങ്ങനെ സംസാരിക്കുന്നതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല കേട്ടോ. എനിക്ക് നിന്നെയും നിന്റെ സംസാരം ഒന്നും ഇഷ്ടമാവുന്നില്ല. ശരി, എന്നാ ഇനി നീ തന്നെ അങ്ങ് പറക്ക്. അയ്യോ, എന്നെ വിടരുത്. ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞില്ലേ? നീ തരുന്ന പൈസ ഒന്നും എനിക്ക് ആവശ്യമില്ല. നിന്നെ കൊണ്ട് ആവുമെങ്കിൽ നിനക്ക് പറക്കാൻ സാധിക്കുന്ന നീ തന്നെ അവർക്ക് കാണിക്ക്. ശരി, എന്നാ ഞാൻ പോട്ടെ.
നിനക്ക് എന്റെ ആശംസകൾ. നിനക്ക് അഹങ്കാരം കൂടുതലാ. ഇനി ഇത് ആവർത്തിക്കരുത്. നിനക്ക് വല്ലാതെ മുറിവുണ്ടെന്ന് തോന്നുന്നു. അതെ, എനിക്ക് മുറിവ് പറ്റി. നല്ല കാലം എന്റെ മുതുകിലുള്ള ഓട് എന്റെ ജീവൻ രക്ഷിച്ചു. അതെ. നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് ദുഃഖമുണ്ട്. ഈ ഭൂമിയിൽ നിനക്ക് പതുക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിനക്ക് ആകാശത്തിൽ എങ്ങനെ പറക്കാൻ പറ്റി? ഞാൻ എന്തെന്ന് പറയാൻ. പക്ഷെ ഞാൻ ഇന്നൊരു നല്ല പാഠം പഠിച്ചു. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് സന്തോഷമായി ജീവിക്കണം എന്നതാണ് നല്ല ബുദ്ധി. അത് ഞാൻ ഇന്ന് പഠിച്ചു. നമ്മൾ ഉള്ള സ്ഥലത്തെ സന്തോഷമായി സ്വീകരിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കുട്ടികളെ. ചെയ്യരുത്. ഞാൻ നിന്നെ നന്നായി സഹായിക്കും. എന്തത്? ഈ കോഴി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നില്ല. പക്ഷേ നീ എനിക്ക് ഏത് വിധത്തിൽ ഉപകാരം ചെയ്യുമെന്ന് എനിക്ക് പറയൂ. നീ